ഞാൻ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ പറഞ്ഞു ബ്രോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് എൻ്റെ ഒരു അക്കാഡമിക് അപ്പോൾ എൻ്റെ ആവശ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ജാവയിലേക്കാണ്. ഈ അതെ. ജാവ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതായത് ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ഇപ്പോൾ സ്പെഷ്യലായിട്ട് വല്ല വെബ്സൈറ്റ് ഉണ്ടോ? ഇപ്പോൾ ജാവ പഠിക്കാൻ ജാവയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നോക്കി പഠിക്കൂലേ? ഏത് അതുപോലെ ഡൊമൈനാണ് ജാവ പഠിക്കാനുള്ള റീസൺ എന്താന്ന് പറയുക? എന്തുകൊണ്ടാണ് ജാവ ജാവ പഠിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവയാണ് എനിക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കുറച്ച് നന്നായിട്ട് അറിയുന്നത്. അപ്പോൾ അറിയുന്ന കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നത് കുറച്ച് നന്നായിരിക്കും. പിന്നെ അത് മാത്രമല്ല, മറ്റെല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ജാവയല്ലേ. ജാവ, സി ഷാർപ്പ്, ഇത് രണ്ടും സി അല്ലേ? ഷാർപ്പ് അത്ര കൊണ്ട് പറയാൻ പറ്റൂല. ജാവ സി സാധാ സോറി, സി 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 സോറി സി സോറി സി ജാവയും സിയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സി അത്ര എനിക്ക് അറിയത്തില്ല. ജാവ പിന്നെ ഈ എനിക്ക് ആ മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്നത് AI ലെവലിലാണല്ലോ. നമ്മളിപ്പോൾ ഒരു ഡെവലപ്പർ ആണെങ്കിൽ പോലും AI ലെവലിൽ പരമാവധി ടൈം റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പല ഇംപ്ലിമെൻറ്റേഷനും നടത്തുന്നത്. അപ്പോൾ നമ്മൾ AI ടൂളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജാവയിൽ ആ, അത്ര വലിയ ഷോർട്ട് കട്ട്സ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കുറവാണ്. ഇല്ലയെന്നല്ല, അതെ. ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ലൈബ്രറി ഇംപ്ലിമെൻറ്റേഷന് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പൈത്തണിൻ്റെ AI ടൂളിൻ്റെ ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്യുകയാണെങ്കിൽ ചില ലൈബ്രറീസ് ഒന്നും ജാവയിൽ അവൈലബിൾ അല്ല. ഓക്കെ. പൈത്തണിലുള്ളത് ജാവയിൽ അവൈലബിൾ അല്ല, ജാവയിലുള്ള പൈത്തണിലും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ജാവ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജാവ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് ഫിൻടെക് മേഖലയിലാണ്, അതായത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മേഖലകളാണ് ഏറ്റവും യെസ് യെസ് കൂടുതൽ യെസ്, അതെ അതെ അതെ. ഉപയോഗിക്കുന്നത്. മറ്റൊന്നും കൂടി പറയാം, ജാവയിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരു മേഖല ജാവ ഡെവലപ്പേഴ്സും ആണ് കേട്ടോ. അതെ അത് അതെ അതെ. ഫിൻടെക് മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഏരിയയിലുള്ള ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് സ്കില്ല് വേണം. കാരണം പ്രത്യേകിച്ച് ഹാക്കിംഗ് ലെവൽ പ്രിവെൻഷൻ നൽകണമെങ്കിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് അത്ര ഡീപ്പായിട്ട് നോളജ് വേണം. നന്നായിട്ട് ഡാറ്റ സ്ട്രക്ചർ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. കാരണം ഒരു മില്ലി സെക്കൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ഒന്ന് ചേഞ്ച് ആയി പോയിട്ടുണ്ടെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. അതെ അതെ. കാരണം ഫിനാൻഷ്യൽ അറിയാലോ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത്രക്ക് അതുകൊണ്ടാണ് അത്ര വലിയ സാലറി കൊടുത്ത്, അത്ര വലിയ ഹൈ സാലറി കൊടുത്തിട്ട് അത്ര വലിയ സ്കില്ലുള്ള ആളുകളെ നമ്മൾ ആ മേഖലയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ജാവയിലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പല കമ്പനീസിലും ഇനിയിപ്പോൾ അപ്പർ ലെയറിൽ വേറെ ടെക്നോളജി വർക്ക് ചെയ്യണമെങ്കിൽ പോലും ഇന്നർ ലെയറിൽ ഇപ്പോൾ സെക്യൂരിറ്റി ലെവലിലേക്ക് വരുമ്പോൾ എന്തായാലും ജാവ ആയിരിക്കും മിക്കതും. ഇതാണ് ഞാൻ ലേൺ ചെയ്തപ്പോൾ. അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫിൻടെക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അവന് ഓക്കെ PHP ഓക്കെ. അതുപോലെ തന്നെ ഒരുപാട് കമ്പനി ഇതിന് ടെക്നോളജി വർക്ക് ചെയ്യുന്നുണ്ട്. അവന് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് Node.js-ലാണ്, മേൺ സ്റ്റാക്ക് അതെ അതെ. ഡെവലപ്പറായിട്ട്. പക്ഷെ കമ്പനിയിൽ ഓക്കെ. അവന് മൂന്നാമത്തെ കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്തെത്തിയത് ഒരു ഫിൻടെക് കമ്പനിയാണ്, ബാംഗ്ലൂർ. ഓക്കെ അപ്പോൾ ഓക്കെ. അങ്ങനെ അവനവിടെ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവന് ഒരുപാട് ടെക്നോളജിയിൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവൻ പറയാം പൈത്തണ്, അതുപോലെ തന്നെ PHP, Node.js വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റെയൊക്കെ ബേസിലേക്ക് ഈ സെക്യൂരിറ്റി ലെവലിലേക്ക് വരുമ്പോൾ അവർക്കൊരു പാത്തായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ട് ജാവയാണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അവനാണ് ഒരുപാട് ഓക്കെ. കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഏറ്റവും ഒരിക്കലും അത്ര പെട്ടെന്ന് ഔട്ട് ആവാൻ സാധ്യതയില്ലാത്തൊരു ടെക്നോളജിയാണ് ജാവ. അല്ല, അപ്പോൾ എൻ്റെ നീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പോൾ ഞാൻ അത്ര നോളജബിൾ അല്ല എന്ത് ചെയ്യണം എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടേ. അതെ. അതായത് ഇപ്പോൾ ജാവയിൽ തന്നെ നമ്മൾ വെറും കോർ ജാവ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ബ്രോ ഒരു സിനാരിയോ കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ബ്രോക്ക് കുറച്ച് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് നല്ലൊരു സാലറി, ഹൈ ഇൻകം സാലറി പെട്ടെന്ന് എത്തിപ്പെടാണ് ഏറ്റവും നല്ലത്. ഞാൻ ജാവ സജസ്റ്റ് ചെയ്യൂല. ഓക്കെ. കാരണം ജാവയിൽ പെട്ടെന്നൊരു സാലറിയിൽ എത്തിപ്പെടുക അല്ലെങ്കിൽ ഹൈ സാലറിയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. കൊടുക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്, അത് അപൂർവമാണ്. അതായത് കേസസ്, അതായത് പോസിബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി നമ്മളെപ്പോഴും നോക്കണമല്ലോ. അതെ അതെ. ആ പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സാലറിക്ക് അല്ലെങ്കിൽ ഒരു ഹൈ ഇൻകം സാലറിക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ ജാവയിൽ കുറച്ച് കുറച്ച് പാടാണ്. ജാവ എന്ന് വെച്ചാൽ പല ടൈപ്പ് ജാവ ഉണ്ട്. ബാക്ക് എൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഉണ്ട്. ആൻഡ്രോയിഡ് ജാവ അറിയാലോ, അതും ജാവയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് മേഖലയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ജാവ നമുക്കുണ്ട്.
ജാവ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടെക്നോളജി ഒന്നുമല്ല, ഏറ്റവും വൈഡായിട്ട് കിടക്കുന്ന കാറ്റുപോലെ കിടക്കുന്ന ടെക്നോളജിയാണ്. പല മേഖലയിലും പല രീതിയിലാണ് ജാവ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ബ്രോ ഒരു ആൻഡ്രോയിഡ് ലെവലിലേക്കാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ലൊരു സാലറിയിൽ എത്തിപ്പെടാം. പക്ഷേ ബാക്കിയുള്ള ടെക്നോളജിയിൽ ഇപ്പോൾ ബാക്ക് എൻഡ് ലെവലിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി ലെവലിലേക്കൊക്കെ പോകുമ്പോൾ സ്പ്രിംഗ് ബൂട്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു സാലറി എത്തിപ്പെടാന്നുള്ളത് കേസസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ബാഡാണ്, പിന്നിലേക്കാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാവ അറിയുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഓപ്സ് കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായി എന്നാണ് അർത്ഥം. അപ്പോൾ ഏതൊരു ടെക്നോളജി നോക്കണം, അപ്പോൾ നമ്മൾ മലയാളം നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഏതൊരു ലാംഗ്വേജ് നോക്കണം, അതിനൊരു കോർ ഐഡിയ സെയിം ആണല്ലോ. അതായത് അലൈൻമെൻറ്റ് ഇപ്പോൾ അറബിക്കിലാണെങ്കിൽ അറബിക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്നത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ മലയാളമാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വ്യത്യാസമാണ്. ഇംഗ്ലീഷും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളാണെങ്കിലും അതിൻ്റെ ഒരു കോമൺ ഫാക്റ്റ് ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണല്ലോ. അതേപോലെ തന്നെ ഏതൊരു ടെക്നോളജിയും ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതുപോലെ തന്നെ. അല്ല ഞാന് ഇപ്പൊ ബ്രോ പറഞ്ഞല്ലോ സാലറി കിട്ടൂല എന്ന് പറഞ്ഞല്ലോ, ഞാനിപ്പോ കിട്ടൂല എന്നല്ല പറഞ്ഞത്, ഇൻ കേസ് കിട്ടിയേക്കാം ഹൈ സാലറി. ഓക്കെ ഞാൻ ഇനീഷ്യലി ഞാനിപ്പോ എന്താണെങ്കിലും ഹൈ സാലറി അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നത് ഒരു മിനിമം ഇപ്പൊ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് ബാംഗ്ലൂരിൽ നമുക്ക് നിന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കേജ് ഞാൻ ഇപ്പോൾ ഇനീഷ്യലി ഞാൻ നോക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ധൈര്യമായിട്ട് ജാവല് ബാംഗ്ലൂർ ആണ് നോക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഓപ്പർച്യൂണിറ്റി പോലെ അല്ല ഒരിക്കലും ജാവല് സ്പ്രിംഗ് ബൂട്ടിന്റെ വാക്കൻസി ഉണ്ടോ. ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് IT പാർക്ക് എടുക്കുന്നത് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഒരുപാട് വാക്കൻസീസ് അവിടെ ഉണ്ടാവും, എന്തായാലും കിട്ടും അവിടെ. ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ കേരളത്തിലെ സിനാരിയോ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അവിടെ നല്ല സ്കില്ലുണ്ടെങ്കിൽ നല്ല പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത് എൻ്റെ നീഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാവ ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ജാവയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ ഒരു ഇതാണ് സെക്ഷനാണ് ഞാൻ പഠിക്കേണ്ടത്? അതായത് ഇപ്പോൾ ജാവയിൽ ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ആണ് മെയിൻലി ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും അതിൽ അവെയർ ആയിട്ടില്ല അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഡീപ്പായിട്ട് അറിയുന്ന ഒരു ആളല്ല. പക്ഷെ ഞാൻ അതിനൊരു കോമൺ ഐഡിയ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ബ്രോ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജാവ സ്പ്രിംഗ് ബൂട്ടാണ്. അപ്പോൾ ജാവൻ്റെ സ്പ്രിംഗ് ബൂട്ട് ഡെവലപ്പേഴ്സിൻ്റെ വാക്കൻസി നോക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഞാൻ സാമ്പിളായിട്ടൊരു സാമ്പിൾ കാണിച്ചു തരാം. എൻ്റെ സ്ക്രീനൊന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രോക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ബ്രോ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ലിങ്ക്ഡിനിലാണ് നോക്കണമെന്ന് വിചാരിക്കുക. ജാവ സ്പ്രിംഗ് ബൂട്ട് ഒരു 2 year എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വാക്കൻസി സെർച്ച് ചെയ്യുന്നത് നല്ലത് കേട്ടോ. നമുക്ക് ആ സ്കില്ല് വേണം എങ്കിൽ അത്യാവശ്യം നല്ല പാക്കേജ് കിട്ടുള്ളൂ. ഇപ്പോൾ സ്പ്രിംഗ് ബൂട്ട് വാക്കൻസി ഇന്ത്യ എന്ന് പറഞ്ഞാൽ 387 വാക്കൻസി കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, ഇവരെ റിക്വയർമെൻറ്റ് നോക്കുക. മെയിൻലി നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇതാണ്. ഇവിടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുണ്ടാവും ഇവർക്ക്. പ്രാക്ടീസ് TDD പ്രാക്ടീസ് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയണ്ടാവും. ഇനിയിപ്പോൾ മറ്റൊരു ഇതേപോലെ ഓരോന്നിനും നോക്കുക. ഇതിലിപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. 3 year എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ജാവ SCEE സ്പ്രിങ് ഹൈബ്രിഡ്നെറ്റ് ഇതിലൊക്കെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. TDD ടെസ്റ്റ് ഡ്രിവൻ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കണം. JUnit എന്താണ്? JUnit എന്ന് പറഞ്ഞാൽ ടെസ്റ്റാണ്, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. JUnit അറിയുമോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതെ, അത് JUnit എന്നാണ് നമ്മൾ UI ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ RESTful APIs, റെസ്റ്റ് അറിയില്ല.
ഇതുവരെ ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കറന്റ്ലി സ്റ്റഡീസ് ആണ്, അതായത് എനിക്ക് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് എനിക്കില്ല. അതെ. അപ്പോൾ ആ. ആദ്യം ചെയ്യേണ്ട പരിപാടി ഞാൻ പറഞ്ഞുതരാം. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉം. യൂട്യൂബ് എടുക്കുക. ഓക്കെ. യൂട്യൂബ് എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു പരിപാടി ആദ്യം ചെയ്യാം. ജാവ സ്പ്രിംഗ് ബൂട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ നോക്കണേ. ഉം. ഒരു നല്ലൊരു കോഴ്സ് ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പ് സ്പ്രിംഗ് നോക്കിയിരുന്നു. അത് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയൊരു കാര്യമാണ്. ഉം. ഇതിലൊരുപാട് കോഴ്സ് ഉണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ കോഴ്സാണ്. അമിഗോ കോഡ്. അമിഗോസ് ആ, കോഡ്. അമിഗോ. ഇദ്ദേഹത്തിൻ്റെ ഇത് ഞാൻ ഇതിൻ്റെ കണ്ടിരുന്നു ഞാനത്. ഇത് വെറുതെ കണ്ടാൽ പോരാ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇത് കാണുക. ആദ്യം ഇതൊരു പ്രാവശ്യം വാച്ച് ചെയ്തിട്ട് ഈ കോഡ് മുഴുവൻ ഇതിൻ്റെ ഫ്രം സ്ക്രാച്ച് നിന്ന് കിട്ടുന്ന ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ജാവൻ്റെ സ്പ്രിംഗ് ബൂട്ടിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. സ്പ്രിംഗ് ബൂട്ട് ഡോക്യുമെൻറ്റേഷൻ കാണുന്നതിന് മുമ്പ് ഇത് കാണാം. അതായത് ഫുൾ കോഴ്സ് കാണാം. അപ്പോൾ നമുക്ക് അവിടെ ഇവിടെയും തൊടാതെ കുറേ ഇൻഫർമേഷൻ കിട്ടും. ഫുള്ള് കംപ്ലീറ്റഡ് ആയിരിക്കില്ല, പക്ഷേ എവിടെയൊക്കെ എന്തൊക്കെയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ വായിക്കുക. സ്പ്രിംഗ് ബൂട്ട് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ. ഇത് നോക്കുക. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. കണ്ടില്ലേ, spring.io ഡോക്യുമെൻറ്റേഷൻ. ഇത് ഒന്ന് വായിക്കുക. ഒന്ന് പെട്ടെന്ന് അങ്ങനെ കണ്ണോടിച്ചു പോയാൽ മതി. പിന്നെന്താ, ജാവൻ്റെ ബേസിക്സ് ഒക്കെ അറിയാലോ. പിന്നെ ഇതുപോലെ ഇത് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ അമിഗോസ് കോഡും അതുപോലെ തന്നെ ഈ ഫ്രീ കോഡ് ക്യാമ്പ് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. എൻ്റെ ഒരു അനുഭവമാണ്. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. എനിക്കൊരു ബോറടി പരിപാടിയായിട്ടാണ് ഈ കോഴ്സ് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അത് കഴിഞ്ഞ ശേഷം ഈ കോഡ് ഒന്ന് കണ്ട് നന്നായിരിക്കും. ടെലിസ്കോണ്ട് ഇത് നല്ലൊരു അത്യാവശ്യം നല്ല റീച്ചുള്ള കോഴ്സാണ് ടെലിസ്കോ. കാണില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. ടെലിസ്കോ ഞാൻ ഈ മാക്കിൽ ഉപയോഗിച്ചത് വിൻഡോസ് ആണ്. ആകെ കൂടി കൺഫ്യൂഷൻ ആവുന്നുണ്ട് സ്ക്രോളിങ്. നേരെ അടിക്കണ്ടേ? അല്ലെങ്കിൽ വിൻഡോസിൻ്റെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് കുറേ കാലമായി. ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ വിൻഡോസിലാണല്ലോ ഇതൊക്കെ OBS ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ മാക്കിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ കോഴ്സ് എടുക്കുക. ആദ്യം അമിഗോസ് കോഡ് കാണുക, എന്നിട്ട് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ നോക്കുക, എന്നിട്ട് ഈ സ്പ്രിംഗ് ബൂട്ടിൻ്റെ കോഴ്സ് പഠിച്ചെടുക്കുക. ഇതേ സംഭവം കുറച്ച് ടൈം എടുത്താലും നമ്മളെന്ത് ചെയ്യുക, പേഴ്സണലി നമ്മൾ പിന്നെ സിസ്റ്റത്തിൽ ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ID ഇൻസ്റ്റാളേഷൻ അടക്കം എല്ലതും പറയുന്നുണ്ടാവും. അതേ പ്രോപ്പർ വേല് നമ്മൾ കണ്ട് ചെയ്യുക. ആ വീഡിയോ കണ്ടിട്ട് വീഡിയോ പോസ് ചെയ്യുക, നമ്മൾ അതേപോലെ ഫോളോ ചെയ്യുക, വീണ്ടും പോസ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, പ്ലേ ചെയ്യുക, പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക, അതേപോലെ നമ്മൾ ചെയ്യുക, വീണ്ടും പോസ് ചെയ്യുക, അങ്ങനെ ചെയ്ത് പോവുക. ഇതാണ് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ പഠിച്ചു പോകാനുള്ള. ക്ലിയർ അല്ലേ? എന്നിട്ട് മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞ പരിപാടി ചെയ്താൽ മതി. അതായത് പിന്നെ പഠിക്കണം എന്നുള്ളത് അത് അഡ്വാൻസ് ലെവലാണ് ഞാൻ പറഞ്ഞ കാര്യം. പിന്നെ ലിങ്ക്ഡിൻ്റെ പറഞ്ഞ കാര്യം. ഇപ്പോൾ ബേസിക് നടക്കാൻ പഠിക്കലാണ്. ആദ്യം നമ്മൾ ഡെവലപ്മെൻറ്റ് പഠിച്ച് ഒരു പ്രൊജക്റ്റും ചെയ്യണം. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ടൊരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഇതേപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, സ്പ്രിംഗ് ബൂട്ട് വെച്ചിട്ടുള്ള. അപ്പോൾ ഇ-കൊമേഴ്സിൻ്റെ അത് അവിടെ കാണിക്കും, അവിടെ ഡെവലപ്പ് ചെയ്യണ. അത് ഫോളോ ചെയ്യുക. എന്നിട്ട് സ്വന്തം ഐഡിയക്ക് എന്ത് ചെയ്യുക, ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഇതൊന്നും നോക്കാതെ ചെയ്യുക. എന്നിട്ട് ഞാനീ പറഞ്ഞ പരിപാടി ചെയ്യാം. അതായത് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ള. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ആർക്കിടെക്ചറിലേക്ക് ആ സമയമാകുമ്പോൾ പിന്നെ നമുക്ക് ആർക്കിടെക്ചർ, അതായത് MVC ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിനുള്ള കുറേ ഗിറ്റബുകൾ പഠിക്കുക. അതിൻ്റെ നമുക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. റോഡ് മാപ്പ് SH എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ
ഇല്ല. കാണുന്നുണ്ട്. ഇതിൽ റോഡ് മാപ്പ് ഉണ്ട്. സ്പ്രിംഗ് ബൂട്ട് എങ്ങനെ പഠിക്കണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ എക്സാക്റ്റ് എങ്ങനെയാണ് ജാവ റോഡ് മാപ്പ് സ്പ്രിംഗ് ബൂട്ട് എങ്ങനെ പഠിക്കണമെന്ന്. സ്പ്രിംഗ് ബൂട്ട് പഠിക്കേണ്ട സ്റ്റാർട്ടിങ് പോർഷനിൽ കോൺഫിഗറേഷൻ, അതായത് IDE ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് നമുക്ക് സ്പ്രിംഗ് ബൂട്ട് പഠിക്കുന്ന മുമ്പ് ജാവൻ്റെ റോഡ് മാപ്പ് പഠിക്കുക. ജാവ അറിയണം, അപ്പോൾ ജാവ ബേസിക്സ് ഒക്കെ അറിയാലോ. എന്നിട്ടെന്താ പരിപാടി എന്ന് വെച്ചാൽ ജാവൻ്റെ റോഡ് മാപ്പ് ഇത്രേ ഉള്ളൂ. ഇവർ പറയുന്നുണ്ട് ജാവ എങ്ങനെ പഠിക്കണമെന്ന്. ഇതറിയാലോ, ജാവൻ്റെ ബേസിക്സ് ഇതാ, ക്ലാസ്സസ്, ഒബ്ജക്റ്റ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ലാംഡ എക്സ്പ്രഷന്, അതേപോലെ വോളറ്റൈൽ. ഇതൊന്നും നമ്മളെ കോർ ജാവയിൽ പെടാത്ത കാര്യങ്ങളാട്ടോ. അത് കുറച്ചും കൂടി അഡ്വാൻസ് ജാവ ഇതിലുണ്ട്. അത് പഠിക്കണം. എങ്കിലും ഇവിടേക്ക് നമ്മൾ സ്പ്രിംഗിലേക്ക് എത്തിയിട്ട് കാര്യമുള്ളൂ. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ലാംഡ എക്സ്പ്രഷൻ, അന്നോട്ടേഷൻ, മൊഡ്യൂൾ, ഓപ്ഷണൽ, ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് മെയിൻ കളി എടുക്കുന്നത് സ്പ്രിംഗ് ബൂട്ടിൽ. ജാവ ബേസ് ചെയ്യുകയാണെങ്കിൽ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ഉണ്ട് എന്നർത്ഥം. അത് ഇപ്പോൾ കോട്ട്ലിൻ ആണെങ്കിൽ പോലും അത് അങ്ങനെയാണ്. അതെന്താന്നുള്ളത് ഒന്ന് നോക്കണം. ആദ്യം കൺഫ്യൂഷൻ ഉണ്ടാവും. അത് സ്വന്തമായിട്ട് പഠിക്കുന്ന ഏറ്റവും നല്ല ഒരാൾ പറഞ്ഞു തരുന്നത് എനിക്കത്. ഞാൻ അനുഭവത്തിൽ കുറേ മെനക്കെട്ടിട്ടാണ് ഞാൻ ഈ സാധനം പഠിച്ചു കഴിഞ്ഞപ്പോൾ അത്രയൊന്നും ഇല്ല, ഒരു ചെറിയ സാധനം അത്രേ ഉള്ളൂ. പക്ഷേ കുറേ കാര്യങ്ങൾ പഠിച്ചു കിട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഫയലിൻ്റെ ഓപ്പറേഷൻസ്, ഓപ്പറേഷൻസ്, സെറ്റ്, മാപ്പ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കളക്ഷൻസ്, സെറ്റ്, മാപ്പ്, ക്യൂ, DQ, സ്റ്റാക്ക്, ഇറ്ററേറ്റർ. ഇപ്പൊ ഈ പറയുന്നതെല്ലാം ജാവയുടെ കളക്ഷൻസ് അല്ലേ? ജാവയാണ്. ഈ ജാവ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഈ റോഡ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നറിയോ? റോഡ് മാപ്പ്, ജാവൻ്റെ റോഡ് മാപ്പ് ഉണ്ട്. ഈ ജാവയുടെ റോഡ് മാപ്പ് ആദ്യം പഠിക്കുക. സെർച്ച് ചെയ്താൽ മതി എന്താണ് ജാവ റോഡ് മാപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ സൈറ്റിലേക്ക് പോവാം. എന്നിട്ട് ജാവൻ്റെ റോഡ് മാപ്പ് അഡ്വാൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതെന്തൊന്നും നമ്മൾ ഈ കണ്ടതൊന്നുമല്ല ജാവ. ഇത് ഞാൻ പറയും, ഇതാണ് മിനിമം ജാവ. ഈ കണ്ട റോഡ് മാപ്പ് വെച്ചിട്ടുള്ളത് ഇത് അറിഞ്ഞിരിക്കണം. എന്നിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടാണ് ഞാൻ പറഞ്ഞ സ്പ്രിംഗ് ബൂട്ടിലേക്ക് വരേണ്ടത്. ആദ്യം ജാവ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ സ്പ്രിംഗ് ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൺഫിഗറേഷൻ, ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ നമ്മൾ അവിടെ പറഞ്ഞല്ലോ അത്. പിന്നെ സ്പ്രിംഗ് IOC, IOP, MVC. IOC, IOP ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് MVC ആർക്കിടെക്ചർ പഠിച്ചിട്ട് നന്നായിരിക്കും. പിന്നെ സ്പ്രിംഗ് കോർ സ്പ്രിംഗ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഡീറ്റെയിൽ ഉണ്ട്. ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ഒക്കെ ഇവിടെ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അതുകൂടാതെ നമ്മൾ ഇത് ഡൗട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെറ്റിൽ വീഡിയോ സെർച്ച് ചെയ്യും, അത് കണ്ട് പഠിക്കുക. പിന്നെ ടെർമിനോളജി, ആർക്കിടെക്ചർ, എന്തിനാണ് സ്പ്രിങ്, എന്തുകൊണ്ടാണ് സ്പ്രിങ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ സ്പ്രിങ്ങിൻ്റെ സെക്യൂരിറ്റി, ഓതൻറ്റിക്കേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. OAuth2, JWT ഓതൻറ്റിക്കേഷൻ. ഇത് രണ്ടും JWT ആണ് പല സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്പ്രിംഗ് ബൂട്ട് സ്റ്റേറ്റസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്. ഇതിവിടെ ഇത്ര പോലെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെന്തായിരിക്കും ഒരു ബേസിക് ലെവല് ഡെവലപ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടാവും. ഇത്ര കാര്യങ്ങൾ മൈക്രോ സർവീസ് എത്തണ്ട, അതിനു മുമ്പ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മൈക്രോ സർവീസ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. മൈക്രോ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. എന്താണ് മൈക്രോ സർവീസ്? ഇതായിരിക്കും ഇതൊരു ആർക്കിടെക്ചർ പാറ്റേൺ ആണ്, ഇത് എന്തിനുള്ളതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ട്യൂട്ടോറിയൽ വരെ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ? കണ്ടോ? അവരുടെ ട്യൂട്ടോറിയൽ ഇതാ, T-Point ടെക്, ഇതിലുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ബ്രോക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവാം. എന്നിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ഞാൻ ഇവിടെ പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ, ഈ സംഭവം ആദ്യം നടക്കാൻ പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ഓടോ പഠിച്ചാൽ മതി. ഇത് പിന്നീടാണ് ഇൻ്റർവ്യൂ സെഷനിൽ വരുമ്പോഴാണ് ഈ സാധനം നോക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ജാവ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളവിടെ പഠിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഗിറ്റാബ് പഠിക്കുക. ഗിറ്റ് അറിയില്ല? ഗിറ്റ് പഠിക്കുക, ഗിറ്റാബ് പഠിക്കുക. അതിൽ ഡിപ്ലോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, സ്പ്രിംഗ് ബൂട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മാത്രം ബ്രോക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും, കൂളായിട്ട് അച്ചീവ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇതിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3-4 മാസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെവലപ്പേഴ്സാണ്, ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത ഒരു ഡെവലപ്പേഴ്സും ഉണ്ടാവില്ല, ലോകത്തിൽ ആരും ഇല്ല.
പുതിയ പുതിയ ടെക്നോളജി വരും, പുതിയ അപ്ഡേഷൻസ് വരും, ഒക്കെ നമ്മൾ ലേൺ ചെയ്യും. അങ്ങനെയാണ് നല്ല ഡെവലപ്പർ. ക്ലിയർ അല്ലേ? ആ വേറെന്തെങ്കിലും? പിന്നെ ഒരു ഹെൽപ്പ് വേണ്ട, ജാവ ഡെവലപ്പേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ. ഓ, നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ജാവന്റെ. ഉണ്ടോ? നമ്മൾ ഈ ഗ്രൂപ്പിലാണ് ഉള്ളത്. അതായത് ഏതാണെന്നറിയോ? ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ഒരു ഗ്രൂപ്പിലേ ഞാനുള്ളൂ. ജാവയുടെ ജാവ അല്ല അത്, ഇത് ജാവ ഡെവലപ്പർ സ്പ്രിങ്. ഞാൻ ആ ലിങ്ക് വിട്ടുതരാം, ഗ്രൂപ്പ് വിട്ടുതരാം. അതിൽ ജാവന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ. അതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പറഞ്ഞുതരും. എല്ലാവരും പറഞ്ഞിരുന്നില്ല, ചില ആളുകൾ പറഞ്ഞുതരും. ഞാനൊരു ഹായ് അയച്ചിട്ടുണ്ട്, കണ്ടായിരുന്നു? ഇപ്പൊ അയച്ചിട്ടുണ്ട്. അതെ അതെ. ആ അത് എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടല്ലോ, ഞാൻ നോക്കിയിട്ടാണ്. ഓക്കെ 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 ഓക്കെ. ഓക്കെ, ഞാനത് വിട്ടുതരാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ട് പിന്നെ ഞാൻ ആരെങ്കിലും മെൻറ്റേഴ്സിനെ കിട്ടുമോ നോക്കട്ടെ. എൻ്റെ സമയമാണ് പ്രശ്നം, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പിന്നെ അത് മാത്രമല്ല, വേറൊരു മെയിൻ ഹെൽപ്പ് വേണ്ടെന്ന് പറഞ്ഞാൽ ജോബ് കിട്ടാനായിട്ട് ആരെങ്കിലും റെഫർ ചെയ്യാനോ. നമ്മൾ എന്താ പറയുക, നമ്മൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജോബ് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ ഇൻ്റർവ്യൂ പെർഫോമൻസിന് വേറെ കുറേ മെത്തേഡ് ഉണ്ട്. അത് ആ സമയമാകുമ്പോൾ ബ്രോക്ക് സപ്പോർട്ട് ചെയ്തായിരുന്നു, നോക്കാം. ഓക്കെ, താങ്ക് യു ബ്രോ. ഇത് ഈ ലെവലിൽ ഒന്ന് പഠിച്ചിട്ട് ഒരു സ്വന്തമായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു 2 പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം പറയാം. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനുള്ള സെറ്റപ്പ് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. അല്ല, ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ബേസ് ജാവ പഠിക്കുക, കോർ ജാവ പഠിക്കുക, അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഗിറ്റ് ഹബ് പഠിക്കുക, അതിനുശേഷമാണ് സ്പ്രിംഗ് ബൂട്ട് പഠിക്കേണ്ടത്. ഈ റോഡ് മാപ്പ് ഫോളോ ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. അതെ, സ്പ്രിംഗ് ബൂട്ട് പഠിക്കുന്നത്. കാരണം ഗിറ്റ് ഹബിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാണ്. നമ്മൾ എല്ലാത്തിലും ഗിറ്റ് ഹബിൻ്റെ റെപ്പോസിറ്ററിക്കാണ് പുഷ് ചെയ്യുക, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ലോക്കലി സ്റ്റിയറിംഗ് ഇല്ല, നമ്മൾ ഫുള്ള് ഗിറ്റ് ഹബിലേക്ക് നമ്മൾ കോഡ് പുഷ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം നമ്മൾ കമ്പനിയിലും അങ്ങനെ തന്നെ ആണല്ലോ. ഗിറ്റ് ഹബിലേക്ക് എങ്ങനെയാണ് പുഷ് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിക്കണം അല്ലേ? ഗിറ്റ് ഹബ് യൂസ് ചെയ്യാനായിട്ട് ഗിറ്റിന്റെ ഫുൾ കോഴ്സ് ഉണ്ടാവും ഓൺലൈനായിട്ട്. നമ്മുടെ പ്രോട്ടോടൈപ്പിന്റെ ഒരു കോഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പ്രോട്ടോടൈപ്പിന്റെ ചാനലിൽ ഗിറ്റിന്റെ ഒരു ക്ലാസ് ഉണ്ട്, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അത് നോക്കിയിട്ട് പഠിച്ചിട്ട് ഞാൻ അവിടെ പഠിച്ചാണ്, പക്ഷെ ഞാൻ അവിടെ കയറുന്നതിന് മുമ്പ് ഗിറ്റ് പഠിച്ചു. എനിക്ക് മറ്റേ ജാവയുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരും. ജാവയുടെ ഗ്രൂപ്പിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലേ, അത് ഞാൻ അയച്ചു. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ ഈ ഈ മറ്റേ ഇതിന്റെ ഇപ്പൊ പറഞ്ഞ ഗിറ്റ് ഹബിന്റെ യൂട്യൂബ് വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്തേക്കാം. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ബ്രോ, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഗിറ്റ് ഹബ് നല്ല ഗിറ്റാണ്, ഗിറ്റ് എന്നൊരു ടെക്നോളജിയാണ്. ആ ഗിറ്റ് ഹബ്, ഗിറ്റ് ലാബ്, അങ്ങനെ ബിറ്റ് ബക്കറ്റ് ഒരുപാട് ടെക്നോളജി ഉണ്ട്, ഒരുപാട് സെർവേഴ്സ് ഉണ്ട്. പക്ഷേ ഗിറ്റ് ട്യൂട്ടോറിയൽ മാത്രം ഗിറ്റ് ട്യൂട്ടോറിയൽ എന്ന് കൊടുത്താൽ മതി, ഗിറ്റ് ട്യൂട്ടോറിയൽ. അപ്പോൾ അവർ അതിൽ കിട്ടും GIT. GIT. പക്ഷേ ഇത് 8 മിനിറ്റ് വീഡിയോ ഒക്കെ അതിലൊന്നും കാര്യമായിട്ടുണ്ടോ? ഫുൾ ട്യൂട്ടോറിയൽ അടിക്കണം, അപ്പോഴാണ് കിട്ടുക. ഗിറ്റ് ട്യൂട്ടോറിയൽ മലയാളം അടിച്ചാൽ മതി, അപ്പോൾ തന്നെ പ്രോട്ടോടൈപ്പിന്റെ വീഡിയോ വരും. അത് കണ്ടാലേ മനസ്സിലാവും എന്താണെന്നുള്ളത്. പിന്നെ ഇംഗ്ലീഷിലെ അതായത് അതിലൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. പിന്നെ ഇംഗ്ലീഷിലുള്ള ഫുൾ കോഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തിനാണെന്നുള്ളത് മനസ്സിലാവും, പെട്ടെന്ന്. പ്രോട്ടോടൈപ്പിന്റെ പാർട്ട് 1 പറഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതെ അതെ, ആ പാർട്ട് 1 ഒന്ന് കണ്ടു നോക്കാം, അപ്പോൾ എന്തിനാണെന്നുള്ളത് മനസ്സിലാവും, അത് വെച്ച് ചെയ്യാം. ഓക്കെ, നൈസ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാനൊന്ന് വൈൻഡപ്പ്, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, നോ ഇഷ്യൂ ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ബ്രോ, ശരി, വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക്. ഓക്കെ, എനിക്ക് മറ്റേ ലിങ്ക് ഒന്ന് അയച്ചേക്കാം. ഓക്കെ ഓക്കെ, ഓക്കെ, താങ്ക് യു ബ്രോ. ഞാൻ എന്തെങ്കിലും വിളിക്കാം. ഓക്കെ.